തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ഗ്യാസ് സെന്ററിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. പൈപ്പ് ലൈനിലടക്കം തുടർച്ചയായി വാതക ചോർച്ച ഉണ്ടാകുന്നുവെന്ന് പരാതി. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്ററിന് നിയമാനുസൃത അനുമതിയില്ലെന്നും ഇത് മറച്ചുവെച്ച് അധികൃതർ കമ്പനിക്കായി വഴിവിട്ട നീക്കങ്ങൾ നടത്തുകയാണെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. എന്തെങ്കിലും സംഭവിച്ച് വയസ്സായ ആൾക്കാരുമുണ്ട്. അതെന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യും? ഭയങ്കര സ്മെല്ല, പുലർച്ചയും വൈകിട്ടൊക്കെ നല്ല സ്മെല്ല. മക്കൾക്കൊക്കെ എന്നും ചുമയും, അത് മാറണില്ല. അമ്മയ്ക്ക് വയസ്സായ അമ്മ ഉണ്ട്, അമ്മയ്ക്കും ചുമ. നമ്മൾ ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷ ഇവിടെ കുറവാണ്. കാരണം വീടുകൾ അധികം അത്യാവശ്യമുള്ള, അതുപോലെ തന്നെ ആ വീട്ടിലൊക്കെ വയസ്സായ അമ്മമാരൊക്കെ ശ്വാസം മുട്ട് അങ്ങനത്തെ അസുഖങ്ങൾ ബാധിച്ച് കുറേ പേര് ഉള്ള അവസ്ഥയിൽ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗെയിൽ പദ്ധതിയുമായി സഹകരിച്ച് തൃശൂർ, പാലക്കാട് ജില്ലകളിലായി പാചകവാതക വിതരണം നടത്തുന്നതിനായി സ്ഥാപിച്ച ചൊവ്വന്നൂരിലെ സിറ്റി ഗ്യാസ് ഗേറ്റ് സെന്ററിനെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം. പ്രതിദിനം 7 ലക്ഷം ക്യൂബിക് ഫീറ്റ് വാതക വിതരണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച സെന്ററിനെതിരെ നിയമ പോരാട്ടം തുടരുന്നതിനിടെ 2023 ഓഗസ്റ്റ് 2-നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാചകവാതക വിതരണ പൈപ്പ് ലൈനുകളിലും ഗേറ്റ് സെന്ററിലും പലവട്ടം ചോർച്ചയുണ്ടായി. ജനുവരി ആദ്യവാരവും ചോർച്ചയുണ്ടായതോടെ ജനകീയ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. അപ്പോൾ എല്ലാവരും പറയാം ഞങ്ങൾ അനുവാദം കൊടുത്തു. മുനിസിപ്പാലിറ്റിയിൽ പോയി പറഞ്ഞു, അപ്പോഴും പറഞ്ഞു ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മീത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ കേസ് കോടതിയിലുണ്ട്. ഇത്രയും ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് ഞങ്ങളെങ്ങനെ താമസിക്കുക? ഞങ്ങളും പിള്ളേരൊക്കെ ഉള്ളതാ. എന്തെങ്കിലുമൊക്കെ അപകടം വന്നാൽ അതിന് ആരും ഉത്തരവാദിത്വം? ഞങ്ങളോട് കത്തിപ്പോവും, ഒരാളുണ്ടാവില്ല, നഷ്ടം വരണം ഞങ്ങൾക്ക്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് കുന്നംകുളം നഗരസഭയിലും ചൊവ്വന്നൂർ പഞ്ചായത്തിലും ഉൾപ്പെടുന്ന പ്രദേശത്ത് സിറ്റി ഗ്യാസ് സെന്റർ സ്ഥാപിച്ചതെന്നാണ് പ്രധാന പരാതി. ജനവാസ മേഖലയിൽ നിന്ന് 200 മീറ്റർ ദൂരത്തിൽ സ്ഥാപിക്കേണ്ട പദ്ധതി നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് 15 മീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കമ്പനി NOC നേടിയെടുത്തതെന്നും അധികൃതർ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ നടത്തുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇവിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ബോർഡ് വെച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ വിളിക്കാനോ പറയാനോ വേണ്ടിയിട്ടുള്ള നമ്പർ പോലും, ഫോൺ നമ്പർ പോലും അവിടെ വെച്ചിട്ടില്ല അവർ. ഇനി ഇത്തരം ലീക്കേജ് ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള മെഷർമെൻറ്റ് സംവിധാനമില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരിൽ നിരവധി പേർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും പരാതി ഉയരുന്നുണ്ട്. 2022 മുതൽ നിയമ പോരാട്ടം നടത്തുന്നുണ്ടെങ്കിലും 50 തവണ ഹൈക്കോടതി കേസ് മാറ്റിവെച്ചത് കമ്പനിയുടെ സ്വാധീനം മൂലമാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിന് എതിരല്ലെന്നും എന്നാൽ ജനവാസ മേഖലയിൽ നിന്ന് സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് മലയാളം, തൃശൂർ.